ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 26 വ്യാഴാഴ്ചയാണ്. ആദ്യം തന്നെ US-ൽ നിന്ന് ആരംഭിക്കാം. US-ൽ ഇന്നലെ വളരെ പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് വന്നിരുന്നു. എൻവിഡിയയുടെ റിസൾട്ടാണ് പുറത്തു വന്നത്. എസ്റ്റിമേറ്റുകളെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടായിരുന്നു. ഇന്നലെ പോസിറ്റീവിലുമാണ് എൻവിഡിയ ക്ലോസ് ചെയ്യുന്നതും. എൻവിഡിയയുടെ റിസൾട്ടും കൂടാതെ AI മൂലമുണ്ടായ ആ ഒരു ഭീതിയുമെല്ലാം വാൾസ്ട്രീറ്റിൽ നിന്ന് ഒരു പരിധിവരെ ഇപ്പോൾ ഒഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഓഹരി വിപണികൾ ശക്തമായിട്ടുള്ള നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ചിപ്പ് ഓഹരികൾ നയിച്ച റാലിയോടെ നാസ്ഡാക്ക് ആണ് കൂടുതൽ നേട്ടത്തോടെ ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസം ടെക് ഓഹരികൾ വലിയ ഇടിവാണ് ഉണ്ടാക്കിയത്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് മാത്രം 15% ഇടിവാണ് ഈ ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാക്കിയത്. ഈ ഒരു ഇടിവ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലും കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് TCS, ഇൻഫോസിസ്, HCL ടെക്നോളജീസ് എന്നിവ 16 മുതൽ 23% വരെയാണ് കഴിഞ്ഞ ഒരു മാസത്തെ ഇടിവ് രേഖപ്പെടുത്തിയത്. ഇനി US-ൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 3% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. വിപ്രോയും ഏകദേശം 3% അടുത്ത് നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ബാങ്കിങ് സൈഡിൽ ICICI ബാങ്കാണ് പോസിറ്റീവ് ക്ലോസ് ചെയ്ത് 0.68%. HDFC ബാങ്ക് 0.26% ഇടിവിൽ ക്ലോസ് ചെയ്തപ്പോൾ ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസും 1.25% ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. US-ൽ നിന്നും ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്തയായിരുന്നു. ഫെബ്രുവരി 25-ന് US ഇന്ത്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സോളാർ സെൽ ആൻഡ് മോഡ്യൂളുകൾക്ക് 126% വരെ പ്രാഥമിക കൗണ്ടർ വാല്യൂയിങ് ഡ്യൂട്ടി ചുമത്തുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വാർത്ത പുറത്തു വന്നതോടെ സോളാർ നിർമ്മാണ കമ്പനി ഓഹരികൾ ഏകദേശം 10% ഇടിവാണ് ഉണ്ടാക്കിയത്. US-ന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു തീരുമാനം വരാനുള്ള കാരണം നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ, ഇന്തോനേഷ്യ, ലാവോസ് എന്നിവിടങ്ങളിൽ നിന്നും സർക്കാർ പ്രോത്സാഹനത്തിൽ, അതായത് സബ്സിഡികൾ ഉൾപ്പെടെയുള്ള ധാരാളം ആനുകൂല്യങ്ങൾ ഇത്തരത്തിലുള്ള സോളാർ കമ്പനികൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള സബ്സിഡികളൊക്കെ ലഭിക്കുന്നത് കൊണ്ട് തന്നെ കമ്പനികൾക്ക് ഫെയർ മാർക്കറ്റ് വാല്യൂയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് മോഡ്യൂളുകൾ കയറ്റുമതി ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇത് US ആഭ്യന്തര നിർമ്മാതാക്കൾക്ക് ദോഷകരമായി ബാധിച്ചിരിക്കുന്നു. ഇതോടെ അലയൻസ് ഫോർ അമേരിക്കൻ സോളാർ മാനുഫാക്ചറിംഗ് ആൻഡ് ട്രേഡ് എന്ന സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് US ഗവൺമെന്റ് വന്നിരിക്കുന്നത്. ഈ ഒരു വാർത്തയുടെ ഡയറക്റ്റ് ഇമ്പാക്റ്റ് വരുന്നത് വാരി എനർജീസ്, പ്രീമിയർ എനർജീസ് തുടങ്ങിയ കമ്പനികൾക്കാണ്. അതുകൊണ്ടാണ് ഇന്നലെ 10%, 5% ഇടിവൊക്കെ ഈ സ്റ്റോക്കുകളിൽ ഉണ്ടായത്. ഇനി ടാറ്റ പവറും അദാനി ഗ്രീനുമൊക്കെ അവരുടെ ഡൊമസ്റ്റിക് ഫോക്കസാണ് അവർ കൂടുതലായിട്ട് ചെയ്യുന്നത്. അവർ ഡൈവേഴ്സിഫൈഡ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഇമ്പാക്റ്റ് മാത്രമാണ് ഈ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കാണാനും കഴിയുന്നത്. അടുത്തതായി യൂറോപ്യൻ വിപണിയിലേക്ക്. ഇന്നലെ യൂറോപ്യൻ വിപണികൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് നിർമ്മാതാക്കളായ ഡിയാജിയോ 2026 വിറ്റുവരവുകളും ലാഭപ്രവചനങ്ങളും കുറച്ചതിനെ തുടർന്ന് ഓഹരി 12% ഇടിഞ്ഞു. ഏഷ്യൻ വിപണിയിലേക്ക് വന്നാൽ സൗത്ത് കൊറിയൻ വിപണിയും കൂടാതെ ജപ്പാൻ മാർക്കറ്റും ഇന്ന് റെക്കോർഡ് ഹൈ ടച്ച് ചെയ്ത ദിവസമാണ്. AI-യുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഒഴിയുന്നു എന്നതിൻ്റെ സൂചന നമുക്ക് US മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്നത് ഏഷ്യൻ മാർക്കറ്റുകളെ സംബന്ധിച്ച് തികച്ചും പോസിറ്റീവ് തന്നെയാണ്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.46% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 1.5% നേട്ടത്തിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് 25,687 എന്ന നിലയിൽ 67.50 പോയിന്റ്സ് ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 10 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 30 മുതൽ 40 പോയിന്റ്സിനിടയിലുള്ള ഒരു ഗ്യാപ്പ് ഓഫ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അടുത്തായി ഗോൾഡ് പ്രൈസിലേക്ക്. ഇപ്പോഴത്തെ US-ഉം ഇറാനും തമ്മിലുള്ള ജിയോ പൊളിറ്റിക്കൽ ടെൻഷനുകളും കൂടാതെ താരിഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനിശ്ചിതത്വങ്ങളും കാരണം ഗോൾഡ് പ്രൈസുകൾ 1% മുകളിൽ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ പവന് 1,18,720 എന്ന് ഈ മാസത്തെ ഉയർന്ന നിരക്ക് കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഓയിൽ പ്രൈസുകൾ ചെറിയ ഇടിവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്ന് കൂടുതൽ നേട്ടത്തിൽ നിൽക്കുന്നത് ബിറ്റ് കോയിൻ ആണ്. 6% നേട്ടത്തിൽ $68,000 ട്രേഡ് ചെയ്യുന്നു. ഇനി ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റു വാർത്തകൾ നോക്കാം. അതിന് മുന്നേ നമ്മുടെ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വലിയ വാർത്തകളായി വരുന്നത് ഇൻഷുറൻസ് ചെലവ് കുറയ്ക്കാൻ IRDAIയുടെ വലിയ നീക്കങ്ങൾ വരുന്നു. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അടുത്ത 4 മുതൽ 6 മാസത്തിനുള്ളിൽ ഇൻഷുറൻസ് മേഖലയിൽ പകുതി ഡസൻ പ്രധാന പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ പദ്ധതിയിടുന്നു. ഈ നീക്കങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം ഇൻഷുറൻസ് പോളിസികൾ കൂടുതൽ ലഭ്യമാക്കുകയും ചിലവ് കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ്. ഇനി പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലസ്, അതായത് ആമസോൺ, ഫ്ലിപ്കാർട്ടിൻ്റെയൊക്കെ മാതൃകയിൽ ഒരു ഡിജിറ്റൽ ഇൻഷുറൻസ് മാർക്കറ്റ് പ്ലസ് അവതരിപ്പിക്കുക.
ഉപഭോക്താക്കൾക്ക് വിവിധ കമ്പനികളിൽ പോളിസി താരതമ്യം ചെയ്ത് നേരിട്ട് വാങ്ങാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കുക. അതായത് കൂടുതൽ മത്സരമുണ്ടാക്കി കുറഞ്ഞ പ്രീമിയത്തിൽ ജനങ്ങളിലേക്ക് ഇൻഷുറൻസ് എത്തിക്കുക. കൂടാതെ രണ്ടാമത്തെ ഒരു പോയിന്റായിട്ട് വരുന്നത് ഇൻഷുറൻസ് മേഖലയ്ക്ക് പ്രത്യേകമായ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരിക, പ്രോസസ്സിംഗ് വേഗം കൂട്ടുക, കൂടാതെ ചിലവ് കുറയ്ക്കുക എന്നതാണ്. ഏതായാലും ഈ ഒരു വാർത്തയുടെ ഗുണം ലഭിക്കാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ നോക്കുകയാണെങ്കിൽ HDFC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി, ICICI ലംബോർഡ് ജനറൽ ഇൻഷുറൻസ്, സ്റ്റാർ ഹെൽത്ത് ആൻഡ് അലൈഡ് ഇൻഷുറൻസ്, ഗോ ഡിജിറ്റ് ജനറൽ ഇൻഷുറൻസ് തുടങ്ങിയ കമ്പനികൾക്ക് പോസിറ്റീവ് ആവാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കമ്പനികളുടെ പേര് പറഞ്ഞു എന്ന് മാത്രം. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇനി ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള മറ്റൊരു വാർത്ത കൂടിയുള്ളത് 3716 കോടി രൂപ വില വരുന്ന അനിൽ അംബാനിയുടെ വീട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഫിനാൻഷ്യൽ അന്വേഷണം നടത്തുന്ന ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബുധനാഴ്ച അറിയിച്ചത് അനിൽ അംബാനിയുടെ മുംബൈയിലെ വസതിയായ അബോട്ട് ഏകദേശം 3716 കോടി രൂപ വിലമതിക്കുന്ന ആസ്തി മണി ലോണ്ടറിംഗ് വിരുദ്ധ നിയമപ്രകാരം അറ്റാച്ച് ചെയ്തതായി ED അറിയിച്ചു. ഏതായാലും അനിൽ അംബാനിയുടെ വീട് അറ്റാച്ച് ചെയ്തതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 ഓഹരികളാണ്. റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ, റിലയൻസ് പവർ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. സ്റ്റോക്കുകൾ ഏറെ കാലമായിട്ട് ഒരു നെഗറ്റീവ് ബയാസിൽ തന്നെയാണ്. റിലയൻസ് പവർ ഏകദേശം 6 മാസം കൊണ്ട് 40%-ലധികവും, റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ 6 മാസം കൊണ്ട് ഏകദേശം 60%-ന് മുകളിലും ഇടിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണിത്. മറ്റൊരു വാർത്ത കൂടിയുള്ളത് അമേരിക്കൻ ട്രേഡ് പ്രതിനിധിയായ ജാമീസൺ ഗ്രീർ ബുധനാഴ്ച വ്യക്തമാക്കിയത് ചില രാജ്യങ്ങൾക്ക് നിലവിലെ 10% താരിഫ് അല്ലെങ്കിൽ 15%-ലേക്ക് ഉയർത്തിയ താരിഫ് അതിലും കൂടുതൽ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത് ഏതൊക്കെ രാജ്യങ്ങളാണ് എന്ന് അദ്ദേഹം കൃത്യമായി എടുത്ത് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇത് നെഗറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ചിട്ടികളിലോ ബാങ്ക് നിക്ഷേപങ്ങളിലോ പണം ഇടുന്നതിനേക്കാൾ മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് മ്യൂച്വൽ ഫണ്ടുകൾ നിങ്ങൾക്ക് നൽകുന്നത്. ദീർഘകാല സമ്പത്ത് സൃഷ്ടിക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ മികച്ച ഒരു മാർഗമാണ്. അത് SIP വഴിയും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെന്റായും ഒക്കെ ചെയ്യാവുന്നതാണ്. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപം ആരംഭിക്കാൻ NISM സർട്ടിഫൈഡ് ARN ലൈസൻസ് ഉള്ളതുമായ ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായം ഇനി നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും നിക്ഷേപം ആരംഭിക്കാനും സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സനോഫി ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 32.4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 61.7 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 18.5% ഇടിവ് വന്നിരിക്കുന്നു. 419.8 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് KSB എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 10.8% വർധനവ് വന്നിരിക്കുന്നു. 81 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 7.9% വർധനവും വന്നു. 784 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ലേബർ കോഡ് ഇമ്പാക്റ്റായി കമ്പനി രേഖപ്പെടുത്തിയത് 25.5 കോടി രൂപയാണ്. അടുത്തത് സനോഫി കൺസ്യൂമർ ഹെൽത്ത് കെയർ ഇന്ത്യ എന്ന കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റിൽ 50.1% വർധനവ് വന്നിരിക്കുന്നു. മികച്ച ഒരു റിസൾട്ട് തന്നെയാണത്. പ്രോഫിറ്റിൽ നല്ല വർധനവാണ്. 66.5 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 47% വർധനവ്. 251 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഫോസിക്കോ ഇന്ത്യ എന്ന കമ്പനി. പ്രോഫിറ്റിൽ 35.5% വർധനവ്. 12.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 37% വർധനവ് വന്നു. 186.9 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തതായി FID ആക്ടിവിറ്റിയിലേക്കാണ്. FISും ഇന്നലെ ബൈയേഴ്സ് തന്നെയായിരുന്നു. 2992 കോടി രൂപയ്ക്കാണ് ക്യാഷ് മാർക്കറ്റിൽ അവർ ബൈ ചെയ്ത്. DIS ആവട്ടെ 5119 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഇന്ന് നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 25,482-ൽ 58 പോയിന്റ്സ് മാത്രം ഉയർന്നാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റൻസ് സോൺ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അത് ലോവർ ടൈം ഫ്രെയിമിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് വ്യക്തമായി മനസ്സിലാവും. ഈ ലോവർ ടൈം ഫ്രെയിമിൽ നിഫ്റ്റി കൃത്യമായി ഈ ഒരു അപ്സൈഡിലെ സപ്പോർട്ട് സോണിൽ ടച്ച് ചെയ്തതിന് ശേഷം നല്ലൊരു റിവേഴ്സലാണ് വന്നത്. ഈ ഒരു സോൺ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിഫ്റ്റിയിൽ ഈ പറഞ്ഞതുപോലെ തന്നെ അപ്സൈഡിൽ നമ്മൾ ആദ്യം ഈ ഒരു സോൺ തന്നെയാണ് വളരെ പ്രധാനപ്പെട്ടതായി കാണേണ്ടത്. അതിനുശേഷം അപ്സൈഡിലെ ഈ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിഫ്റ്റിയിൽ ഡൗൺ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡൗൺ സൈഡിലെ ആ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ, കൂടാതെ 25,250, കൂടാതെ 200 EMA, ഇത് എല്ലാം ഏകദേശം അടുത്തടുത്ത സ്ഥലങ്ങളിലായിട്ടാണുള്ളത്. അതുകൊണ്ട് ഇവിടെ നിന്നും റിവേഴ്സൽ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്.
ഇനി നിഫ്റ്റി ഒരു പക്ഷേ ഈ ലെവലുകളെല്ലാം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ബിയറിഷ്നെസ് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നിഫ്റ്റിയിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അപ്സൈഡിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 25,600 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,400 ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 61,043 വെറും 4 പോയിന്റ്സ് മാത്രം ഇടിഞ്ഞാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ പറയാറുള്ളത് പോലെ തന്നെ കുറച്ചുകൂടി സ്ട്രെങ്ത് ഉള്ളത് ബാങ്ക് നിഫ്റ്റിക്ക് തന്നെയാണ്. ഒരിക്കൽ കൂടി ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷം അതിന് മുകളിലായിട്ടാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസിംഗ് വെച്ചിരിക്കുന്നത്. കൂടാതെ നിഫ്റ്റി ഇപ്പോൾ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും താഴെയായി ട്രേഡ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രെങ്ത് കാണിക്കുന്നു. എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിൽ ഇപ്പോൾ കാര്യങ്ങൾ ഒരു സൈഡ് വേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ഡയറക്ഷൻ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 61,500 സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 61,000 ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.